കൈലാഷ് പ്ലീസ്, ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് എനിക്കറിയാം. അതിന് വേണമെങ്കിൽ നീ എന്നെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ തല്ലിക്കോ. പക്ഷേ നീ എന്നെ അവോയ്ഡ് ചെയ്യരുത്. ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യല്ല. നീ എന്റെ കമ്പനിയിലെ CEO ആണ്. നിന്നോട് സംസാരിക്കാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷേ പണ്ടത്തെ പോലെ നിന്നെ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കാണുന്നത് ഞാൻ നിർത്തി. ഒരു സൗഹൃദത്തിന്റെ അടിത്തറ പരസ്പരമുള്ള വിശ്വാസമാണ്. നിന്നെ എനിക്കിനി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഈ ഒരൊറ്റ ഇൻസിഡന്റ് കാരണം വർഷങ്ങളായുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നീ വേണ്ടാന്ന് വെക്കാൻ പോവാണോ? ചിലരുടെ തനിനിറം മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം തന്നെ ധാരാളമാണ്. സാറേ, രാവിലെ തന്നെ തന്നോട് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും വർക്കിംഗ് ടൈം കഴിഞ്ഞ് ക്യാബിനിലേക്ക് വന്നാൽ മതി. സാറേ, എനിക്ക് പറയാനുള്ളത് സാറ് കേട്ടില്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് ഒരു പണി നടക്കില്ല. എന്താടോ ഇത്? MD-യോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? MD ആണെങ്കിലേ അതുപോലെ പെരുമാറണം. അല്ലാതെ കമ്പനിയെ കുറിച്ച് സംസാരിക്കുമ്പോ ക്യാബിനിൽ പോയിരുന്നിട്ട് കാര്യമില്ല. ഡാഡി തനിക്ക് കമ്പനിയിൽ കുറെ സ്വാതന്ത്ര്യം തന്നു കാണും. ഇവിടുത്തെ സീനിയർ സ്റ്റാഫാണെന്ന് കരുതി ഞാനും തനിക്ക് കുറെ ബഹുമാനം തന്നിട്ടുണ്ട് എന്ന് കരുതി അതെന്റെ തലയിൽ കയറാനുള്ള ലൈസൻസ് ആണെന്ന് കരുതിയെങ്കിൽ തനിക്ക് തെറ്റി. കൈലാഷ്, നോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്താ കരുണാകരൻ നിങ്ങളുടെ പ്രോബ്ലം? ഇവരാണ് എന്റെ പ്രശ്നം. രണ്ടെണ്ണം വീണ്ടും ജോലിക്ക് കയറാൻ വന്നിരിക്കുക. അങ്ങനെ ഇവരെ ഉൾപ്പെടുത്തി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല സാറേ. അതിന് തന്റെ സമ്മതം ആരാ ചോദിച്ചേ? ഇതെന്റെ ഡാഡിയുടെ കമ്പനിയാ. താനിവിടെ ബാക്കിയുള്ളവരെ പോലെ ഒരു തൊഴിലാളി മാത്രമാ. ആര് ജോലി ചെയ്യണം ചെയ്യേണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം തനിക്ക് ആരും തന്നിട്ടില്ല. സാറ് എനിക്കൊരു അവകാശവും തരണ്ട. പക്ഷേ ജോലി രാജിച്ചു പോകുന്ന ഒരാളെ ഈ കമ്പനിയിൽ തിരിച്ചെടുക്കരുതെന്നുള്ളത് കമ്പനിയുടെ റൂൾസിലുള്ളതാ. ഇവനെ പോലെ ഈ കമ്പനിയെ വേണ്ടാന്ന് വെച്ച് പോയ ഒരുത്തനെ തിരിച്ചെടുക്കുന്നത് ഈ കമ്പനിയോട് വിശ്വാസം കാണിക്കുന്ന എന്നെ പോലുള്ള തൊഴിലാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് സാറേ. ഞാൻ കമ്പനിയോട് ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ഞാൻ കൈലാഷ് സാറിനെ ബോധിപ്പിച്ചിട്ടുണ്ട്. സാറിനെ ബോധിപ്പിക്കാൻ എളുപ്പമുള്ളൂ എനിക്ക്. ഇവൾക്കാണെങ്കിലേ ആളുകളെ കാര്യങ്ങൾ ബോധിപ്പിക്കാനേ ഒരു പ്രത്യേക കഴിവുണ്ട്. അനാവശ്യം പറഞ്ഞാൽ പ്രായത്തിന് മൂത്തതാണെന്നൊന്നും ഞാൻ നോക്കില്ല. കണ്ടില്ല സാറേ, എന്നോട് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരുത്തിയെ ഞാൻ എങ്ങനെ ജോലിക്ക് വയ്ക്കും? തന്റെ വായിന്ന് വന്നതിന് ഇങ്ങനെയൊന്നും പ്രതികരിച്ചാ പോരാ. പാർവതി ആയതുകൊണ്ടാ തന്നെ തല്ലാത്തത്. ഇവര് രണ്ടുപേരും ഇന്ന് ജോലിക്ക് കയറും. അതെന്റെ തീരുമാനോ? സാറെടുക്കണ എല്ലാ തീരുമാനങ്ങളും കയ്യും കെട്ടി തലയാട്ടി നോക്കി നിൽക്കാനല്ല PKR സാർ എന്നെ ഇവിടെ നിയമിച്ചേക്കണത്. 25 കൊല്ലായി സാറേ ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവരെ പോലെ എന്നോട് ബഹുമാനം കാണിക്കാത്ത ഒരു തൊഴിലാളികളെയും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടല്ല. കമ്പനി കാര്യങ്ങൾ പഴയ പോലെ നടക്കണമെങ്കിൽ ആദ്യം തൊഴിലാളികൾ എന്നെ ബഹുമാനിക്കണം, പേടിക്കണം. ഇവരെ ജോലിക്ക് വെക്കാനാണെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ തുടരുന്നതിന് അർത്ഥമില്ല. ഞാൻ രാജിവെക്കും. എന്നാ പിന്നെ സമയം കളയാതെ വേഗം പോവാൻ നോക്ക്. കമ്പനിയിലെ ജോലികള് മര്യാദയ്ക്ക് നടക്കട്ടെ. കൈലാഷ്, മതി. ഈ വിഷയത്തില് ആരുടെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത് കേട്ട് ഈ കമ്പനിയിൽ നിൽക്കാൻ പറ്റുന്നവര് നിന്നാ മതി. അല്ലാത്തവര് പോയിക്കോട്ടെ. അങ്ങനെ സാറ് പറഞ്ഞ ഞാൻ പോകുന്ന കരുതിയ അയ്യടാ, എന്നെ ജോലിന്ന് പറഞ്ഞു വിടാനേ സാറിന് അധികാരമില്ല. അതിന് സാക്ഷാൽ ചെയർമാൻ PKR സാറിന് മാത്രമാണ് അധികാരം. എന്തിനാണ് ഇത്രയും ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നത്? അങ്കിൾ ഇപ്പൊ ഡൽഹിയിലാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് വരട്ടെ. നമുക്ക് ഈ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കാം. അതുവരെ ജോലി നടക്കട്ടെ. നടക്കില്ല മാഡം. PKR സാർ ഇല്ലെങ്കിൽ എന്താ?
അദ്ദേഹം നാട്ടിലില്ലാത്തപ്പോ ഇവിടെ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പറായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ സീതാ മാഡമാണ്. ഈ കമ്പനിയിൽ തുടരേണ്ടത് ഞാനാണോ അതോ ഈ ദരിദ്രവാസികളാണോന്ന് സീതാ മാഡം തീരുമാനിക്കട്ടെ. മുക്ത, മമ്മിയെ വിളിക്കേ. കൈലാഷ്, പറഞ്ഞത് ചെയ്താൽ മതി. ഇനി സംസാരിക്കാനുള്ളതെല്ലാം തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് മതി. മമ്മിയോട് നേരെ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് വരാൻ പറ. കരുണാകരൻ, ഓയിലെ പണി നോക്ക്. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? കൈലാഷ് സാറ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞില്ലേ? ആര് കൂടെ നിന്നിട്ടും ഒരു കാര്യമില്ല. സീതാ മാഡേ എന്റെ ഭാഗമേ കേൾക്കൂ. ഇന്നത്തോടെ ഇവരെ കൊണ്ടുള്ള ശല്യം ഒഴിവാവും, അതുറപ്പാ. കരുണാകരൻ സാർ, എന്താ ഇത്? ഇവിടെ ജോലി നിർത്തി വെച്ചിട്ട് എന്ത് തെളിയിക്കാനാണ് നിങ്ങൾ ഈ ശ്രമിക്കുന്നത്? ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്ഥലം ഇതല്ല. ബാ, നമുക്ക് ക്യാബിനിലേക്ക് പോവാം. അയ്യോ സാറേ, ഇവിടെ സംസാരിക്കാൻ തീരുമാനിച്ചത് ഞാനല്ല, കൈലാഷ് സാറാ. അല്ല, ഒരു കണക്കിന് അത് നന്നായി. സീതാ മാഡം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറയണം. എന്നാലേ ഇവിടെ കൈലാഷ് സാറിന്റെ ബലത്തിൽ തുള്ളുന്ന കുറെ എണ്ണത്തിന്റെ അഹങ്കാരം കുറയൂ. ഞങ്ങൾ എന്ത് അഹങ്കാരമാണ് സർ കാണിച്ചത്? ഞങ്ങൾക്കൊരു മാനുഷിക പരിഗണന പോലും തരാതെ ഉപദ്രവിക്കുന്ന നിങ്ങൾക്കെതിരെ ശബ്ദിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ആ അഹങ്കാരം ഞങ്ങൾ ഇനിയും കാണിക്കും. മാറാനുള്ളതാ പറഞ്ഞ കരുണാകരൻ, കാര്യങ്ങൾ മാന്യമായി സംസാരിച്ച് തീർക്കാനാണ് മമ്മി അങ്ങോട്ട് വിളിച്ചത്. അതല്ല തനിക്കെല്ലാം തല്ലി തീർക്കാനാണ് താല്പര്യമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. എന്താ കൈലാഷ് ഇത്? ഒരു MD ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ഞാൻ MD ആണോന്ന് എനിക്ക് എന്നെ സംശയം തോന്നുന്നുണ്ട് ഇപ്പോ.